ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ ബിഗ് ബോസ് കൺസിസ്റ്റൻ്റ്ലി കാണുന്നൊരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിലും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ ടൈറ്റിൽ വിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ മലയാളി ഓഡിയൻസ് അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ഗ്രൂപ്പ് ഓഫ് പീപ്പിളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ കഴിഞ്ഞ 4 to 5 ഇയേഴ്സിലുണ്ടായിരുന്ന വിന്നേഴ്സ് എന്നൊക്കെ പറയുമ്പം ഇറ്റ് മെയ്ഡ് സെൻസ് കുറേയൊക്കെ അറ്റ്ലീസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ടിപ്പിക്കൽ മലയാളി പേഴ്സൺ എന്നുള്ള രീതിയിൽ. പക്ഷെ ഇപ്രാവശ്യത്തെ ടൈറ്റിൽ വിന്നറിനെ പറ്റിയിട്ടുള്ള എൻ്റെ കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വുഡ് സേ ഒരു 10 to 20 ഇയേഴ്സ് ബാക്ക് എങ്ങനെയായിരുന്നു കേരളത്തിൻ്റെ തോട്ട് പ്രോസസ്സ്, ആ തോട്ട് പ്രോസസ്സ് ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ ടൈറ്റിൽ വിന്നർ. ദ ഫാക്ട് ദാറ്റ് പുള്ളിക്കാരി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അലഗേഷൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ ബിഗ് ബോസ് കണ്ട സമയത്ത് ഐ ഫെൽ ദാറ്റ് ഈ പേഴ്സൺ അടുത്ത വീക്കിൽ പോവും, ബിക്കോസ് ദിസ് ഈസ് സോ വിയേർഡ് ആൻഡ് സോ ചീപ്പ്. ഇങ്ങനെയൊന്നും ആരും സംസാരിക്കാൻ പാടില്ല, ഇങ്ങനെ മറ്റുള്ള ആൾക്കാരെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നത് സോ വേഴ്സ്, പീപ്പിൾ വോണ്ട് ലൈക്ക് ഇറ്റ്, സംഹൗ ഇത് വളരെ ബാഡാണ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ് എനിക്കുണ്ടായത്. പക്ഷേ ഇമാജിൻ ദ സെയിം പേഴ്സൺ ബീങ് ദ വിന്നർ. ഐ മീൻ സീരിയസ്ലി, എന്തൊക്കെ കോസസ് ആയിക്കോട്ടെ, എന്തൊക്കെ എക്സ്പ്ലനേഷൻസ് ആയിക്കോട്ടെ, ദിസ് ഈസ് എ വേഴ്സ്റ്റ് കേസ് സിനാരിയോ, whatever.